Krishna Krishna Hare 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 Rama Hare Rama 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 Hare Hare Jaya Prabhupada Jaya Prabhupada Jaya Prabhupada Jaya Prabhupada Jaya Guru Deva Jaya Gurudeva Jaya Padipavanshila Gurudeva Nitya Gora Hari Bol Hari Bol Hari Bol Gora Hari Bol Om Shabbat Brahma Parivrajarya Ashtotrasya Becharanarunda Bhaktivedanta Swami Prabhupada Ananda Godi Vaishnava ki Jai Shri Prabhupada Jagannath Jai Shri Ramira Samada Gurayappan ki Jai ഹരേ കൃഷ്ണ ഹരിബോൾ ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ കാളിയൻ്റെ ചരിത്രം അധ്യായം 17 കാളിയൻ്റെ ചരിത്രം എന്ന ഇന്നലെ കാളിയ മർദ്ദനം ആണ് ഇന്നലെ കഴിഞ്ഞത്. ഇന്ന് കാളിയൻ്റെ ചരിത്രത്തെ പറ്റി കാളിയൻ സർപ്പങ്ങളുടെ ദ്വീപ് ഉപേക്ഷിച്ച് അത് എവിടെയാണെന്ന് വെച്ചാൽ രമണക ദ്വീപാണെന്നാണ് പറഞ്ഞത്. താകങ്ങളുടെ സങ്കേതമായ രമണക ദ്വീപിൽ നിന്ന് ഈ കാളിയന്തിയിൽ വന്ന് താമസിക്കുവാനുള്ള കാരണം എന്താണെന്ന് പരീക്ഷിത മഹാരാജാവ് ചോദിച്ചതിന് ശ്രീ ശുകദേവ് മഹർഷി മറുപടി പറഞ്ഞ് അതിനുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ്. പിന്നെന്താ, കാളിയൻ സർപ്പങ്ങളുടെ ദ്വീപ് ഉപേക്ഷിച്ച് പോയതും ഉറക്കത്തിലാണ്ടിരുന്ന വൃന്ദാവനവാസികൾ കാട്ടുതീയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്നതൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഈ ഇന്നത്തെ ഈ കാളിയൻ്റെ ചരിത്രം എന്ന കാര്യത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. ഒരു കാലത്ത് ഗരുഡൻ്റെ അമ്മയായ ആരാണ് വിനിതയെ കൊണ്ട് സർപ്പങ്ങളുടെ അമ്മയായ കദ്രു ദാസിപ്പണിയൊക്കെ ചെയ്യിപ്പിച്ചിരുന്നു. തൻ്റെ മാതാവിനെ ഇതിൽ നിന്ന് ഒഴിവാക്കുവാൻ ഗരുഡൻ ദേവന്മാരുമായിട്ട് യുദ്ധം ചെയ്ത് അമൃത് കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഈ കഥ തുടർന്നത്. അതിനുശേഷം ഗരുഡന് പാമ്പുകളോട് വൈരം ഉണ്ടാവുകയും അങ്ങനെ കണ്ട പാമ്പുകളെയെല്ലാം കൊത്തി തിന്നുകയും ചെയ്തു. ഇത് കണ്ട് ഭയപ്പെട്ട സർപ്പങ്ങളെല്ലാം ഒത്തുചേർന്ന് ഗരുഡനുമായൊരു കരാർ ചെയ്തു. മാസത്തിലൊരിക്കൽ ഒരു വാവു ദിവസം, അതാണ് സർപ്പങ്ങളുടെ വകയായി വിഭവസമൃദ്ധമായ ഒരു ബലി നൽകുക. അന്ന് അത് ഏർപ്പാട് ചെയ്യുന്ന പാമ്പിനെയും ഗരുഡന് ഭക്ഷിക്കാം. ഇങ്ങനെയാണ് ഒരു ഏർപ്പാട്. അപ്പോൾ ഈ കരാറ് മുഖാന്തരം ഗരുഡൻ അത് സമ്മതിക്കുകയും ഈ ബലി എല്ലാ മാസവും നടന്ന് വരികയും ചെയ്തിരുന്നു. ക്രമേണ കാളിയന്റെ ഊഴമായി അഹങ്കാരിയായ കാളിയൻ ബലികളെ ഒരുക്കി വെച്ച് ഗരുഡനെ കാത്തുനിന്നു. വൈനതേയന്റെ വരവായപ്പോൾ കാളിയൻ ബലിയെല്ലാം താൻ തന്നെ തിന്നുകയും ഗരുഡനോട് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയും ചെയ്തു. ഇത് കണ്ട് ഭഗവദ്വാഹനായ ഗരുഡൻ ക്രുദ്ധനായി തൻ്റെ ഇടത്തെ ചിറക് കൊണ്ട് കാളിയനെ ഒരടി കൊടുത്തു. അടികൊണ്ട് വിവശനായി കാളിയൻ ഓടി കാളിന്തിയിൽ അഭയം പ്രാപിച്ചു. ഇത് ഞാൻ ഷോർട്ടായിട്ടുള്ള ഒരു പറയുകയാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അങ്ങനെ കാളിയൻ ഓടി കാളിന്തിയിൽ അഭയം പ്രാപിച്ചു. അപ്പോൾ കാളിന്തിയിൽ ഗരുഡന് വരാൻ പാടില്ല. കാരണം സൗഭരി എന്ന മഹർഷി കാളിന്തി ജലത്തിനുള്ളിൽ വളരെ കാലം തപസ് ചെയ്തിരുന്നു. ജലത്തിലുണ്ടായിരുന്ന മത്സ്യങ്ങളെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. സൗഭരി മഹർഷിക്ക് ഒരു ദിവസം അദ്ദേഹം മത്സ്യങ്ങളുടെ കളി കണ്ട് രസിച്ചിരിക്കുകയായിരുന്നു. സൗഭരി മഹർഷി ഒരു ദിവസം ഇതൊക്കെ കളി കണ്ട് രസിച്ചിരിക്കുമ്പോൾ ഈ സമയത്ത് ഗരുഡൻ അവിടെ വന്ന് മത്സ്യങ്ങളിൽ പ്രധാനിയായതിനെ കൊത്തിത്തിന്നു. ഇത് കണ്ട് ക്രോധം വന്ന മഹർഷി ഗരുഡനെ ശപിച്ചു. ഇന്നു മുതൽ നീ കാളിന്തിയിൽ വന്നാൽ നിന്റെ തല പൊട്ടിത്തെറിക്കുന്നതാണ്. ഇങ്ങനെയുള്ള സൗരഭിയുടെ ശാപം കാരണം ഗരുഡന് കാളിന്തിയിൽ വരാൻ വയ്യാതായി. ഈ ശാപവർത്തമാനം മനസ്സിലാക്കിയ കാളിയൻ ഗരുഡൻ തന്നെ ദ്രോഹിക്കാതിരിക്കുവാൻ കാളിന്തിയിൽ വന്ന് കൂടുകയും ചെയ്തു.
അപ്പോൾ കാളിയനെ പറഞ്ഞയച്ച ശേഷം ഭഗവാൻ പുഴയിൽ നിന്ന് ഭഗവാൻ പുഴയിൽ നിന്നും കരയിൽ നിന്നും പ്രാണൻ തിരിച്ചു വന്ന ദേഹത്തിന് ചലനശക്തി സിദ്ധിക്കുന്ന പോലെ ഗോപികമാരും ഗോക്കളും പരമാനന്ദ ഭരിതകളായി ഭഗവാന്റെ അടുത്ത് ഓടിയെത്തി മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു. പശുക്കൾ അക്രാണിച്ചു നോക്കി നിർവൃതി നേടി. യശോദ ഭഗവാനെ മടിയിൽ വെച്ച് മൂർധാവിൽ ചുംബിച്ച് രേഷ വെജിറ്റബിൾ ബിരിയാണി. ഹരേ കൃഷ്ണ. പരമാനന്ദ വെച്ച് അങ്ങനെ അടുത്ത ഓടിയെത്തി മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു. പശുക്കൾ ആക്രാണിച്ചു നോക്കി നിർവൃതി നേടി. യശോദ ഭഗവാനെ മടിയിൽ വെച്ച് മൂർധാവിൽ ചുംബിച്ചു പരമാനന്ദ അനുഭവിച്ചു. ശ്രീകൃഷ്ണനന്മയ്ക്കായി നന്ദഗോപൻ ബ്രാഹ്മണർക്ക് അനേകം പശു ദാനം ചെയ്തു. എല്ലാവരും അന്നത്തെ ദിവസം ആരാണെങ്കിലും മ്യൂട്ട് ചെയ്യണേ, ദയവ് ചെയ്തിട്ട് മ്യൂട്ട് ചെയ്യണേ. ആരുടെ വേറെ ആരുടെ ഹരേ കൃഷ്ണ പുഷ്പവല്ലി മാതാജി. ഹരേ കൃഷ്ണ പുഷ്പവല്ലി മാതാജി മ്യൂട്ട് ചെയ്യോ? ഇവയോടൊപ്പം വെജിറ്റബിൾ കറികളും നൽകും. ഇവ കൂടാതെ പുതിന, നെല്ലിക്ക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് എന്ന് പലകുറി തെളിയിച്ചിട്ടുള്ള ആളാണ് പുഷ്പവല്ലി മാതാജി. വീഡിയോ ഓഫ് ചെയ്യും. അതുപോലെ തന്നെ വളരെയധികം ആനന്ദം പകരുന്നതാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വിളിച്ചു പറഞ്ഞത്. ഹരേ കൃഷ്ണ പുഷ്പവല്ലി മാതാജി ഒന്ന് മൈക്രോഫോൺ ഓഫ് ആക്കോ. ഹരേ കൃഷ്ണ. കേക്കാണ്ടോ മാതാജി? പുഷ്പവല്ലി മാതാജി. ഹരേ കൃഷ്ണ പുഷ്പവല്ലി മാതാജി കേക്കാണ്ടോ? മൈക്ക് ഓഫ് ആക്കോ. കേൾക്കണം. വിളിച്ചു ചോദിക്കുന്നു. ഹരേ കൃഷ്ണ അതവര് ഓൺ ചെയ്ത് വെച്ചിട്ട് എവിടെ പോയിരിക്കാൻ തോന്നുന്നു. ഓൺ ചെയ്തിട്ട് വെച്ചിട്ട് പോയിരിക്കാം. അടുത്ത കിച്ചണിലായിരിക്കും. ഓക്കെ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അവിടുന്ന് ഡയറക്റ്റ് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് ഗോപന്മാരും ഗോക്കളും പരമാനന്ദ ഭരിതകളായി ഭഗവാന്റെ അടുത്ത് ഓടിയെത്തി മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു. പശുക്കൾ ആക്രാണിച്ചു നോക്കി നിർവൃതി നേടി. യശോദ ഭഗവാനെ മടിയിൽ വെച്ച് മൂർധാവിൽ ചുംബിച്ചു പരമാനന്ദം അനുഭവിച്ചു. ശ്രീകൃഷ്ണ നന്മയ്ക്കായി നന്ദഗോപൻ ബ്രാഹ്മണർക്ക് അനേകം പശു ദാനം ചെയ്തു. എല്ലാവരും കൂടി അന്നത്തെ ദിവസം കാളിന്തി തീരത്തിൽ തന്നെ താമസിച്ചു. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു കാട്ടുതീ കത്തിജ്വലിച്ച് 4 പുറവും വ്യാപിച്ചു വന്നു. ഗോപന്മാരെല്ലാം ഞെട്ടി ഉണർന്നു. പേടിച്ച് ഭഗവാനെ നിലവിളിച്ചു. ഭക്താർത്ഥിനാശകനായ ഭഗവാൻ തൻ്റെ യോഗശക്തിയിൽ ആ അഗ്നിയെ പാനം ചെയ്ത് അവരെ രക്ഷിച്ചു. അതാണ് ഈ കഥ.
ഇതിലൂടെ നമ്മുടെ ശ്രീമദ് എന്താ കൃഷ്ണ ബുക്ക് ഭഗവാന്റെ പ്രഭുപാദിന്റെ ദാവാഗ്നി മോക്ഷം എന്നാണ് പറയുന്നത്. അപ്പൊ കാളിയന്റെ ചരിത്രം ദാവാഗ്നി മോക്ഷം. വൃന്ദാവനവാസികൾക്ക് കാട്ടുതീയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടൂ എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ്. കാളിയന്റെ സങ്കേതം രമണക ദ്വീപാണ്. കാളിയൻ തൻ്റെ മനോഹരമായ ആദിവാസ കേന്ദ്രം വിട്ടു പോകുന്നതും ഗരുഡന് കാളിയനോട് ഇത്രയും കടുത്ത ശത്രുത വന്നതും എന്തുകൊണ്ടാണെന്ന് കാളിയമർദ്ദനത്തിന്റെ കഥ കേട്ടപ്പോൾ നമ്മൾ പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചതാണ്. അപ്പോൾ ശുകദേവ ഗോസ്വാമി ആ കഥകൾ വിസ്തരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നാഗാലയം എന്ന ദ്വീപ് സർപ്പങ്ങളുടെ ആവാസ സ്ഥലമായിരുന്നു. പാമ്പുകളും ഒക്കെ എങ്ങനെ പാമ്പുകളെ തിന്നുന്നതും ശീലമായിരുന്നാൽ ഗരുഡൻ ഈ ദ്വീപിലെത്തി അനേകം സർപ്പങ്ങളെ കൊന്നൊടുക്കി. അവയിൽ ചിലതിനെയൊക്കെ ഗരുഡൻ തിന്നു, പലതിനെയും വെറുതെ കൊന്നു. ഉരക സമൂഹം ആകെ അസ്വസ്ഥനായി. ഒടുവിൽ അവരുടെ നായകനായ വാസുകി ബ്രഹ്മാവിന്റെ സഹായം അഭ്യർത്ഥിച്ചു. ഗരുഡൻ ശല്യമുണ്ടാക്കാതിരിക്കാൻ ബ്രഹ്മാവ് ചില ക്രമീകരണങ്ങളൊക്കെ നടത്തി. അർദ്ധചന്ദ്രന്റെ നാളുകളിൽ, അതായത് സപ്തമി അഷ്ടമി തിഥികളിൽ ഉരുക സമൂഹം ഒരു പാമ്പിനെ, അതാണ് ഈ വാവ് ദിവസം എന്നാണ്, ഒരു പാമ്പിനെ ഗരുഡന് സമർപ്പിക്കണം. ഒരു വൃക്ഷത്തിന്റെ കീഴിൽ ബലിദ്രവ്യമിട്ട് വേണം പാമ്പിനെ സമർപ്പിക്കാൻ. ഗരുഡൻ ഈ വ്യവസ്ഥ കണ്ട് സംതൃപ്തനായി. തുടർന്ന് ഗരുഡൻ സർപ്പങ്ങളെ ശല്യപ്പെടുത്താൻ പോയതുമില്ല. എന്നാൽ ക്രമേണ കാളിയൻ ഈ തക്കം മുതലാക്കി ഭൗതിക ശക്തിയുടെയും താൻ സഞ്ചയിച്ച് വെച്ചിരുന്ന വിഷത്തിൻ്റെയും പേരിൽ അഹങ്കരിച്ച് അയാൾ ചിന്തിക്കാൻ തുടങ്ങി. എന്തിനാണ് ഗരുഡന് ബലിയർപ്പിക്കുന്നത്? അന്നു മുതൽ ഗരുഡൻ ബലി നിർത്തലാക്കി പകരം ഗരുഡന് ബലിയർപ്പിക്കാനുള്ള സർപ്പത്തെ അയാൾ തന്നെ തിന്നാൻ തുടങ്ങി. ഇതറിഞ്ഞതോടെ മഹാഭക്തനും വിഷ്ണുവിന്റെ വാഹനവുമായ ഗരുഡൻ അത്യന്തം കുപിതനായി. ഉടനെ തന്നെ ധിക്കാരിയായ ആ സർപ്പത്തെ ഹിംസിക്കാൻ ആ ദ്വീപിൽ പറന്നെത്തി. ഗരുഡനോട് ഏറ്റുമുട്ടാൻ തന്നെ കാളിയൻ തീരുമാനിച്ചു. തൻ്റെ അനേകം ഫണങ്ങളും മൂർത്ത വിഷപ്പല്ലുകളുമായി കാളിയൻ ഗരുഡനെ നേരിട്ട് കടിക്കാൻ നോക്കി. താർഷ്യപുത്രനായ ഗരുഡൻ വർദ്ധിച്ച കോപത്തോടെ മഹാവിഷ്ണുവിന്റെ വാഹനമാകാനുള്ള അർഹത തെളിയിക്കുന്ന ശക്തിയോടുകൂടി തൻ്റെ പ്രശോഭയുള്ള സ്വർണച്ചിറകുകൾ കൊണ്ട് കാളിയനെ ആക്രമിച്ചു. അങ്ങനെ കദ്രുസുതൻ എന്നറിയപ്പെടുന്ന കാളിയൻ തക്ഷണം അവിടെ നിന്ന് പ്രാണനും കൊണ്ട് ഓടി യമുനാനദിക്കിടയിൽ കാളിയധാമം എന്ന ഹദ്രത്തിൽ പോയി ഒളിച്ചു. ആ പ്രദേശത്ത് ഗരുഡന് അപ്രാപ്യമായിരുന്നു. അങ്ങനെ യമുനയിലെ ജലാന്തർഭാഗത്ത് പോയി ഒളിക്കാൻ കാളിയന് പല കാരണങ്ങളുമുണ്ട്. കാളിയന്റെ രാജ്യത്ത് സർപ്പങ്ങളെ തിന്നാൻ പോയിരുന്നത് പോലെ മീനിനെ തിന്നാനായി ഗരുഡൻ യമുനാനദിയിലും പോകാറുണ്ടായിരുന്നു. എന്നാൽ അവിടെ സൗഭരി മുനി എന്ന ഒരു മഹായോഗി ജലത്തിനടിയിൽ ഇരുന്ന് ധ്യാനിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം മത്സ്യങ്ങളെ അത്യധികം സ്നേഹിച്ചിരുന്ന ആളാണ്. അവിടെ വന്ന് മത്സ്യങ്ങളെ ശല്യപ്പെടുത്തരുതെന്ന് യോഗി ഗരുഡനോട് പറഞ്ഞു. ഗരുഡൻ ആരുടെയും ആജ്ഞയ്ക്ക് വിധേയനല്ലെങ്കിലും മഹാവിഷ്ണുവിന്റെ വാഹനമെന്ന നിലയ്ക്ക് യോഗിയുടെ ആജ്ഞയെ ധിക്കരിച്ചില്ല. അവിടെ താമസിച്ച് അനേകം മത്സ്യങ്ങളെ കൊന്ന് തിന്നുന്നതിന് പകരം മത്സ്യങ്ങളുടെ നായകനായ ഒരു വലിയ മത്സ്യത്തെയും കൊത്തിക്കൊണ്ട് പറന്നുയർന്നു. ഇതിൽ മുനിക്ക് ദുഃഖം തോന്നി. മത്സ്യങ്ങളുടെ രക്ഷയെ കരുതി അദ്ദേഹം ഗരുഡനെ ശപിച്ചു. ഇന്നു മുതൽ മേലിൽ എന്നെങ്കിലും ഗരുഡൻ മത്സ്യങ്ങളെ പിടിക്കാൻ ഇവിടെ വന്നാൽ എൻ്റെ സർവശക്തിയോടുകൂടി ഞാൻ പറയുന്നു, അവൻ തൽക്ഷണം വധിക്കപ്പെടും എന്നാണ്. ഈ ശാപവൃത്താന്തം ശാപത്തിന്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശാപവൃത്താന്തം
അങ്ങനെ ഗരുഡൻ മത്സ്യങ്ങളെ പിടിക്കാൻ ഇവിടെ വന്നാൽ എൻ്റെ സർവ്വശക്തിയോടും കൂടി ഞാൻ പറയുന്നു. ഈ ശാപവൃത്താന്തം കാളിയൻ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. ശാപത്തെ ഭയന്ന് ഗരുഡൻ അവിടെ വരികയില്ലെന്ന് കാളിയന് തികഞ്ഞ വിശ്വാസമുണ്ടായിരുന്നു. അതിനാൽ യമുനയിലെ ഹൃദയത്തിൽ അഭയം തേടുകയാണ് ബുദ്ധി എന്ന് അവൻ തീരുമാനിച്ചു. എന്നാൽ കാളിയൻ സൗഭരി മുനിയിൽ അഭയം തേടിയത് വേണ്ടത്ര വിജയിച്ചില്ല. ഗരുഡന്റെ നാഥനായ കൃഷ്ണൻ കാളിയനെ അവിടെ നിന്ന് ഓടിച്ചു. പരമ്പൊരുളായ ഭഗവാന് നേരിട്ട് ബന്ധമുള്ള ഗരുഡൻ ആരുടെയോ ശാപത്തിനോ ആജ്ഞയ്ക്കോ വിധേയനാകുകയില്ല എന്നുള്ള കാര്യം ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. ഗരുഡനെ സൗഭരി മുനി ശപിച്ചത് അപരാധം തന്നെയാണെന്ന് ശ്രീമദ് ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട്. പകരം വീട്ടാൻ ഗരുഡൻ തയ്യാറില്ലെങ്കിലും ഒരു മഹാവൈഷ്ണവനോട് മുനി കാണിച്ച അപരാധത്തിൽ നിന്ന് മുനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോൾ വൈഷ്ണവരോടുള്ള അപരാധം വളരെ അതിലൊരിക്കലും അതിന് മഹാപാപമാണെന്നാണ് പറഞ്ഞത്. വൈഷ്ണവരെ നമ്മളെപ്പോഴും അപരാധമില്ലാതെ സേവിക്കണമെന്നാണ് പറഞ്ഞത്. അപരാധത്തിൻ്റെ ഫലമായി അതാണ് ഇതിനകത്ത് പറയുന്നത്. അപരാധത്തിൻ്റെ ഫലമായി സൗകര്യ യോഗി എന്ന നിലയിൽ നിന്ന് ഭ്രഷ്ടനായി ഭൗതിക ലോകത്തെ ഇന്ദ്രിയ ഭോഗങ്ങൾ അനുഭവിക്കാനായി പിൽക്കാലത്ത് അദ്ദേഹത്തിന് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കേണ്ടി വന്നു. സൗകര്യ മഹർഷിക്ക് ധ്യാനനിഷ്ഠനായിരിക്കുമ്പോൾ ആത്മീയമായ പരമാനന്ദത്തിൽ മുഴുകിയിരുന്ന എന്ന് വിശ്വസിക്കപ്പെടുന്ന മുനിയുടെ ഈ പതനം വൈഷ്ണവരോട് അപരാധം പ്രവർത്തിക്കുന്നവർക്കൊരു ഗുണപാഠമാണ്. തിരിഞ്ഞു നിൽക്കുന്ന ചങ്ങാതിമാരും ബന്ധുക്കളും കാളിയന്റെ കയത്തിൽ നിന്ന് കയറി വരുന്ന കൃഷ്ണനെ കണ്ട് സന്തുഷ്ടരായി. ശരീരം മുഴുവനും ചന്ദനം പൂശി അമൂല്യമായ രത്നങ്ങളും വിലപിടിച്ച കല്ലുകളും കൊണ്ട് അലങ്കൃതനായി കനകം കൊണ്ട് അഭിഷേകം ചെയ്തു പോലെ സർവാഭരണ വിഭൂഷണനായി അദ്ദേഹം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വൃന്ദാവനവാസികൾ മുഴുവനും ഗോപന്മാർ, ഗോപബാലന്മാർ, യശോദാമാതാവ്, നന്ദമഹാരാജാവ്, പശുക്കൾ എന്നു വേണ്ട ഏവർക്കും അവനെ കണ്ടപ്പോൾ സ്വന്തം ജീവൻ വീണ്ടുകിട്ടിയതുപോലെയാണ് അനുഭവപ്പെട്ടത്. ജീവൻ വീണ്ടുകിട്ടുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും ഉല്ലാസത്തിന് സന്തോഷത്തിനും അമഗ്നരാകുക പതിവാണല്ലോ. അവരോരോരുത്തരും മാറി മാറി കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് മാറോടണച്ചു. അങ്ങനെ അവർക്കെല്ലാം അത്യധികമായ ആശ്വാസം തോന്നി. യശോദാമാതാവ്, രോഹിണി, നന്ദമഹാരാജാവ്, ഗോപന്മാർ എല്ലാവരും കൃഷ്ണനെ ആശ്ലേഷിച്ചു. അങ്ങനെ അത്യന്തികമായ ജീവിത ലക്ഷ്യം നേടിയതായി അവർ കരുതി. ബലരാമനും കൃഷ്ണനെ ആശ്ലേഷിച്ചു. എന്നാൽ അവൻ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. കാരണം മറ്റുള്ളവരൊക്കെ അത്യന്തം ഉത്കണ്ഠാകുലരായി ഇരുന്നപ്പോൾ കൃഷ്ണന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ അറിയാമായിരുന്നു. കൃഷ്ണനെ അവിടെ കണ്ടപ്പോൾ യമുനാതീരത്തെ വൃക്ഷങ്ങളും പശുക്കളും പശുക്കുട്ടികളും കാളകളും ഒന്നഴിയാതെ ആനന്ദ സമുദ്രത്തിൽ ആറാടി. വൃന്ദാവന നിവാസികളായ ബ്രാഹ്മണർ ഭാര്യമാരുമൊത്ത് കൃഷ്ണനെയും കുടുംബങ്ങളെയും അനുമോദിക്കാൻ അവിടെ എത്തി. ബ്രാഹ്മണരെ സമൂഹത്തിന്റെ ആത്മീയ ആചാര്യന്മാരാണെന്ന് കണക്കാക്കപ്പെടുന്നത് കൃഷ്ണന്റെ മോചനത്തിൽ അവർ കൃഷ്ണനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. ആ അവസരത്തിൽ ദാനധർമ്മങ്ങൾ നടത്തേണ്ടതാണ്. അവർ മഹാരാജാ നന്ദനോട് പറഞ്ഞു. കൃഷ്ണൻ തിരിച്ചു വന്നതിൻ്റെ സന്തോഷ സൂചകമായി നന്ദമഹാരാജാവ് സ്വർണ്ണാഭരണങ്ങളും അനേകം പശുക്കളെയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. നന്ദമഹാരാജാവ് ഇക്കാര്യത്തിൽ വ്യാപൃതനായിരിക്കെ യശോദാ മാതാവ് കൃഷ്ണനെ പിടിച്ച് മടിയിലിരുത്തി കണ്ണീർ ഒഴുക്കിയായിരുന്നു. അപ്പോഴേക്കും നേരം രാത്രിയായി. പശുക്കളും പശുപന്മാരും പശുക്കുട്ടികളും ഉൾപ്പെടെ വൃന്ദാവനവാസികൾ മുഴുവൻ ക്ഷീണിതരായിരുന്നതിനാൽ അന്ന് രാത്രി നദീതീരത്ത് തന്നെ വിശ്രമിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ വിശ്രമിക്കുമ്പോൾ നിശാമധ്യത്തിൽ പെട്ടെന്ന് ഒരു കാട്ടുതീ പിടിപെട്ടു. വളരെ വേഗത്തിൽ ഈ കാട്ടുതീ വൃന്ദാവനവാസികളെ മുഴുവൻ വിഴുങ്ങുന്നെന്ന് തോന്നി. അഗ്നിയുടെ ചൂട് അനുഭവപ്പെട്ടപ്പോൾ തന്നെ സ്വന്തം കുഞ്ഞിനെ പോലെ കളിക്കുകയായിരുന്നിട്ടും കൂടി അവർ പരമ്പൊരുളായ കൃഷ്ണനെ അഭയം പ്രാപിച്ചു. പ്രിയപ്പെട്ട കൃഷ്ണ, പരമ്പൊരുളായ ഭഗവാനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ബലരാമ, സർവശക്തികളുടെയും സംഭരണിയായുള്ളവനെ, സർവവും വിഴുങ്ങുന്ന സർവനാശം വരുത്തുന്ന ഈ അഗ്നിപ്രളയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ.
നിങ്ങളല്ലാതെ മറ്റൊരു ആശ്രയം ഞങ്ങൾക്കില്ല. ഈ സർവ സംഹാരകനായ അഗ്നി ഞങ്ങളെ മുഴുവൻ വിഴുങ്ങും. ഇങ്ങനെ അവൻ്റെ പാതാരവിന്ദങ്ങളല്ലാതെ മറ്റാരും ആശ്രയം തങ്ങളില്ലെന്ന് പറഞ്ഞ് അവർ കൃഷ്ണനെ പ്രാർത്ഥിച്ചു. തൻ്റെ ഗ്രാമവാസികളോട് കൃപ തോന്നിയ കൃഷ്ണൻ തൽക്ഷണം ആ കാട്ടുതീ മുഴുവനും വിഴുങ്ങിക്കളഞ്ഞു. അങ്ങനെ അവരെ മുഴുവൻ രക്ഷിച്ചു. ഇത് കൃഷ്ണന് അസാധ്യമായ കാര്യമല്ല. കാരണം അദ്ദേഹം അപരിമേയനാണ്. ആഗ്രഹിക്കുന്നതെന്നും ചെയ്യാനുള്ള സീമാതീതമായ ശക്തി അദ്ദേഹത്തിനുണ്ട്. അതാണ് ആ ഭഗവാന്റെ എന്താ അപരിമേയൻ എന്നാണ് പറയുന്നത്. എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും ഭഗവാന് എന്താണോ ആഗ്രഹിച്ചത്, ശത്രുക്കളെ കൊല്ലാനോ ശത്രുക്കളെ രക്ഷിക്കാനോ എന്താണ് ഭഗവാൻ തീരുമാനമെടുത്തതെന്ന് വെച്ചാൽ എപ്പോഴും ഏത് സമയത്തും സാധിക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്നിനകത്ത് വൈഷ്ണവ അപരാധം ചെയ്തു, അതിലൂടെയാണ് മഹർഷിക്ക് ഉണ്ടായ കാര്യങ്ങൾ. പിന്നെന്താ, ഇതിനകത്ത് കാട്ടുതീ, ഭഗവാൻ ഇവരെ രക്ഷിക്കാനായിട്ട് ഈ കാട്ടുതീ മുഴുവൻ വിഴുങ്ങിക്കളഞ്ഞു. അപ്പം അതെന്താ ഇങ്ങനെ വൃന്ദാവനവാസികളെയൊക്കെ രക്ഷിക്കാനും ഇങ്ങനെ ഇവരെ മറ്റ് പശുക്കളെയും പശുവന്മാരെയും പശുക്കുട്ടികളൊക്കെ ഉൾപ്പെടെ എല്ലാവരെയും രക്ഷിക്കാനുള്ള ഒരു ഭഗവാന്റെ ഒരു കൃപ അവിടെ ഉണ്ടായി. അങ്ങനെ ആ ഭഗവാൻ അവിടെ കാട്ടുതീ മുഴുവനും വിഴുങ്ങിക്കളഞ്ഞ് അങ്ങനെ അവരെല്ലാം രക്ഷിച്ചു എന്നുള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയാണ് ഇതിലൂടെ ഈ കാളിയന്റെ ഈ കഥ പറയുന്നത്. അതാണ് ദാവാഗ്നി മോക്ഷം എന്നാ പറയുന്നത്. ദാവാഗ്നി മോക്ഷം. അതിലൂടെ എന്താ, കൃഷ്ണൻ കാളിയനെ ശിക്ഷിക്കുന്നതിന്റെ വിവരണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഇതിലൂടെ കാളിയന്റെ അഹങ്കാരം കുറയ്ക്കുന്നതും, അതായത് ഇന്ദ്രിയങ്ങൾ പ്രാണലബ്ധിയിൽ ഉണർന്നു വരും പോലെ എഴുന്നേറ്റ് വന്ന് ആഹ്ലാദഭരിതരായി അവർ സസ്നേഹം ഭഗവാനെ ആലിംഗനം ചെയ്യുന്നവർ. അത്രത്തോളം ഭഗവാന്റെ ആ കൃപ അവിടെ കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് അത് പല വിധത്തിലും തോന്നാം. പക്ഷെ ഭഗവാൻ അങ്ങനെയുള്ള അഹങ്കാരത്തേക്ക് നമ്മൾ ഭക്തനായി കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരത്തേക്ക്, നമ്മുടെ ഉള്ളിലുള്ള ആ കാര്യങ്ങളെല്ലാം ഭഗവാൻ അഗ്നിയെ ശമിപ്പിക്കുന്ന പോലെ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ കിട്ടും. അഹങ്കാരമൊക്കെ മാറിക്കിട്ടും. എന്ത് ചെയ്താൽ ഭഗവാന്റെ ആ യഥാർത്ഥ സുഹൃത്താകണം. അതാരാണ്? ആ ഭഗവാന്റെ സുഹൃത്താകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭക്തിയുത സേവനം, നാമജപം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഹേ രാമാമിത വിക്രമ ഏഷ ഘോര തമോവഗ്നി താവകാൻ ഗ്രസദേഹിനാം. കൃഷ്ണ കൃഷ്ണ, എല്ലാ ഐശ്വര്യത്തിനും ഉടയായവനെ എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. എല്ലാ ഐശ്വര്യത്തിനും ഉടയായവനെ, ഹേ രാമ, അപരിമിതമായ ശക്തിക്കുടയവായവനെ, ഈ ഭയങ്കരമായ അഗ്നി അങ്ങയുടെ ഭക്തരായ ഞങ്ങളെ വിഴുങ്ങുമാറായി എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ഞങ്ങൾ അങ്ങയുടെ യഥാർത്ഥ സുഹൃത്തുക്കളും ഭക്തരും ആകണം എന്നാണ് പറയുന്നത്. ഈ മാരകമായ അഗ്നിയിൽ, അപ്പോൾ ഇതുപോലെ നമ്മുടെ കലിയുഗത്തിൽ ഇങ്ങനെ പല പല മാരകമായ അഗ്നി ജ്വാലകളാണ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് സമയം നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഇതെല്ലാം ഭഗവാൻ നമ്മളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനുമായിട്ടുള്ള ബന്ധം വേണം, ഒരു ഗാഢബന്ധം. അപ്പോൾ ഭഗവാനെ ആശ്രയിക്കണം. ആ സമയത്ത് ആശ്രയിച്ചാൽ പോരാ, നേരത്തെ തന്നെ. ഇപ്പോൾ കൗമാരേ ആചരേ പ്രാജ്ഞ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുകയും കേൾക്കുകയും അത് ആചരിക്കുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ പാതാരബന്ധങ്ങൾ ോടുള്ള അടുപ്പം തോന്നുള്ളൂ, ഭഗവാന്റെ ആശ്രയത്തിനോടുള്ള. അല്ലെങ്കിൽ ഭഗവാൻ ഇങ്ങനെയുള്ള നമ്മുടെ ഉള്ളിലുള്ള ദാവാഗ്നിയെല്ലാം അതിനെല്ലാം കെടുത്താനുള്ള ആ ഒരു ഭഗവാനെ നമുക്ക് കൃപ ചൊരിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭഗവാനുമായിട്ടുള്ള ആ ബന്ധം നിലനിർത്താൻ വേണ്ടി നമ്മളെപ്പോഴും ഭഗവാന്റെ സ്മരണ എപ്പോഴും നിലനിർത്താൻ നമ്മളെപ്പോഴും സത്സംഗവും നാമജപവും മറ്റുള്ള കാര്യങ്ങളും നിരന്തരമായി ഏർപ്പെടുക.
എന്നാൽ മാത്രമേ നമുക്ക് ഈ കാലാഗ്നി ഞങ്ങളെ വിഴുങ്ങിയാൽ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അകന്നു പോകേണ്ടി വരും. അത് ഞങ്ങൾക്ക് താങ്ങാനാവുന്നതല്ല. അതിനാൽ ഭഗവത് പാതാരവിന്ദങ്ങളെ സേവിച്ചുകൊണ്ടേ ഇരിക്കാനായി ഞങ്ങളെ രക്ഷിക്കണമെന്നാവുന്നത് വ്രജവാസികൾ. എപ്പോഴും ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കണേ എന്നാണ് വൃന്ദാവനവാസികൾ ഭഗവാനോട് പറയുന്നത്. അതുപോലെ നമുക്കും ഭഗവാന്റെ ആശ്രയത്തിൽ ജീവിക്കാനും ഈ കലിയുഗത്തിൽ നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോരോ നിമിഷവും ശോകമോഹ ഭയങ്ങളാൽ ഓരോ ബദ്ധാത്മാക്കളും കഷ്ടപ്പെടുകയാണ്. ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ള ഈ കാര്യങ്ങളെല്ലാം എന്താണോ നമ്മൾ ചിന്തിക്കുന്നത്, എന്തിനെ പറ്റിയാണോ എന്നെല്ലാം ഭഗവാൻ അറിയാം. കാരണം നമുക്ക് എപ്പോഴും കലിയുഗത്തിലെ ഈ പ്രശ്നങ്ങൾ എന്താ? പ്രായേണ അല്പായുഷു സഭ്യകലാസ്മിൻ യുഗേ ജന മന്ദ സുമന്ദ മതയോ മന്ദഭാഗ്യോ ഉദ്ര, ഇങ്ങനെ പല പല ഉപദ്രവങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മുടെ അഹങ്കാരമെല്ലാം കുറച്ച് ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഹേ രാമാമിത വിക്രമ ഏക ഘോരമഥമോ വഗ്നി സ്ഥാവകാൻ ഗ്രസദേഹിന. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസ്ഥയാണ് ഭഗവാൻ ഈ കലിയുഗത്തിൽ നമുക്ക് നാമജപത്തിലൂടെ. നാമോർ നാമി കൊയ് അന്തർനെയ് എന്നാണ്. ഭഗവാന്റെ പേരും ഭഗവാനുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാന്റെ പേര് വിളിച്ചാൽ അല്ലെങ്കിൽ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ ഈ ശോകമോഹ ഭയങ്ങളെല്ലാം മാറ്റി നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഭഗവാന്റെയുമായിട്ടുള്ള നിർബന്ധേ കൃഷ്ണ സംബന്ധി, നിർബന്ധമായിട്ടും കൃഷ്ണനുമായിട്ടുള്ളൊരു ബന്ധം വേണം ഈ കലിയുഗത്തിൽ. കാരണം എന്തിനാ? എപ്പോഴും നമ്മുടെ ഉള്ളിൽ ദാവാഗ്നി ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുക. പല പല വിഷമങ്ങളും പല പല ബുദ്ധിമുട്ടുകളും. പിന്നെന്താ? പദം പദം വിവധന്യദേശം എന്നാ പറഞ്ഞത്. ഓരോ സ്റ്റെപ്പിലും അപകടം പതിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആരെ ആശ്രയിക്കും? നമ്മുടെ പരംപിതാവായ ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നാണ്. അതിലൂടെ നമ്മൾ ഈ കഥകളിലൂടെയൊക്കെ നമ്മൾക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഭാഗങ്ങളും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഭാഗങ്ങളും നമ്മൾ ലൈഫിൽ നമ്മൾ അപ്ലിക്കബിൾ പാർട്ടാണ്. അതാണ് ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളത്. അപ്പോൾ ഭഗവാനെ ആശ്രയിച്ചാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് സന്തോഷകരമായിട്ട് ജീവിത അവസാനം വരെ ഭഗവാന്റെ സ്മരണയിലൂടെ ജീവിക്കാൻ പറ്റും. അതിനാണ് ഭഗവാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഭാഗവത്തിലുണ്ട്, എവിടെ ഇരുന്നാണെങ്കിലും ഏത് ദിക്കിലിരുന്നാലും ഏത് ദിക്കിലിരുന്നാലും സ്ഥാനേ സ്ഥിതേ ശ്രുതിഗതാം തനുവാക് മനോഭിർ. ഭക്തന്മാർക്ക് മനസ്സാലും വാക്കാലും പ്രവർത്തിയാലും കൃഷ്ണനെ കീഴടക്കാൻ പറ്റുന്നവർ. അതെങ്ങനെ കീഴടക്കാൻ പറ്റും? ഇങ്ങനെ കീഴടക്കാൻ പറ്റും ഭഗവാനെ. അതിനാണ് കലിയുഗത്തിൽ തിരുനാമ ജപമല്ലാതെ മറ്റൊരു മതാനുഷ്ഠാനവും എല്ലാ വേദശാസ്ത്രങ്ങളും സാരാംശം അതാണ്. അപ്പോൾ ആ ജീവിതത്തിൻ്റെ പരിപൂർണത അല്ലെങ്കിൽ നമ്മുടെ ശാശ്വതമായ ബന്ധം മനുഷ്യജന്മത്തിൽ പുനഃസ്ഥാപിക്കണം. നമ്മളിതെല്ലാം മറന്നുപോയിരിക്കണം. അപ്പോൾ പുനഃസ്ഥാപിക്കണമെങ്കിൽ എന്താ? നമ്മുടെ പരംപിതാവായ ഭഗവാനെ പറ്റി നമ്മളെപ്പോഴും ഓർത്ത് ആ ഭഗവാന്റെ നാമരൂപ ഗുണലീലകൾ, ഇങ്ങനെയുള്ള ലീലകളൊക്കെ ഈ ലീലകളൊക്കെ നമുക്ക് കലിയുഗത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ലീലകളൊക്കെ നമുക്ക് കിട്ടിയത്. അടുത്തതിന് പ്രലംബാസുരവതാണ്. അതിലും കാര്യമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള ഓരോരോ ലീലകൾ, ഭഗവത് ലീലകൾ ശ്രീമദ് ഭാഗവത്തിലുടനീളമുണ്ട്. അപ്പം അതെല്ലാം അതായത് ഇതൊക്കെയാണ് നാരദമുനി വ്യാസദേവൻ പല പല വേദങ്ങളൊക്കെ രചിച്ചിട്ടും വ്യാസദേവന് ഒരു സന്തോഷമോ അല്ലെങ്കിൽ ദുഃഖം മാത്രം അലയടിച്ചു നിന്നു. അപ്പൊ നാരദമുനി ആ വഴിക്ക് വന്നപ്പം എന്താ ഇതുവരെ ഇനിയും എനിക്ക് ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു സന്തോഷമില്ല, ശാശ്വതമായ ഒരു ആനന്ദമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നാരദമുനി എന്താ വ്യാസദേവനോട് പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ രചിച്ചിട്ടും കാണിച്ചിട്ടുമൊക്കെ ഭഗവാനെ പറ്റി, ഭഗവാന്റെ ലീലകളെ പറ്റി ഉള്ള ഒരു പുസ്തകം, പുരാണങ്ങളൊന്നും അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും രചിച്ചിട്ടില്ല. വേദങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനേക്കാൾ ഉപരി ശ്രീമദ് ഭാഗവതം രചിക്കാൻ പറഞ്ഞു. അപ്പോൾ ശ്രീമദ് ഭാഗവതം രചിച്ചപ്പോഴാണ്
അതിൽ ആ ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ നാമജപങ്ങളുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് നാരദമുനിക്ക് വ്യാസദേവന് സന്തോഷമായി. അപ്പം നമ്മൾ വേറെ അതുപോലെ നമ്മൾക്ക് മറ്റുള്ള എല്ലാ രീതിയിലും 100% മാർക്കുണ്ടെങ്കിലും നമ്മൾ ഭഗവാനെ ആശ്രയിച്ചായിട്ട് ആണ് ഭഗവാന്റെ നാമം ജപിച്ചും യുഗധർമ്മമൊക്കെ അനുഷ്ഠിച്ചാണ് നമ്മൾ പോരുന്നെങ്കിൽ നമുക്ക് A+ കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ A+ മറ്റുള്ള എല്ലാ സബ്ജക്റ്റിനും കിട്ടിയിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞ മനസ്സിലായോ? നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, പക്ഷെ ഭഗവാനായിട്ട് യാതൊരു അടുപ്പമില്ല. അതാണ്. അപ്പം നാരദമുനിക്ക് വ്യാസദേവന് എല്ലാ കാര്യങ്ങളും ഭഗവാനോട് കാര്യങ്ങളൊക്കെ എഴുതി, പക്ഷെ ഭഗവാന്റെ ലീലകളെ പറ്റി ആ കാര്യങ്ങളൊന്നും എഴുതിയ ഒന്നും രചിച്ചിട്ടില്ല. അതുകൊണ്ട് നാരദമുനി പറഞ്ഞു അതിനെപ്പറ്റി എഴുതൂ. അങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം വ്യാസദേവൻ രചിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ പല ഭഗവാനെ മറന്നുകൊണ്ട് ഈ കലിയുഗത്തിൽ, കാരണം ഭഗവാനെ മറന്നിട്ടാണ് നമ്മൾ ത്രിഗുണങ്ങളിൽ പെട്ടിട്ടാണ് നമ്മളെ വന്ന് ജനിച്ചിരിക്കുന്നത്. അതെന്താ, നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിച്ചിട്ട് നീ എൻ്റെ ധാമത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് പറഞ്ഞാൽ വിട്ടത്. പക്ഷെ നമ്മൾ ഈ സത്വ രജോ തമോ ഗുണങ്ങളിൽ വന്ന് പിന്നെ അവിടെ പെട്ടുപോയി. പിന്നെ നമുക്ക് പോകാൻ തോന്നില്ല. കാരണം ഇവിടെ ഇങ്ങനെ സന്തോഷമായിട്ട് നിന്ന് കാലം കഴിച്ചു, പിന്നെ ഒരു ജന്മം എടുത്തു, ജന്മമൃത്യു ജരാവ്യാധിയിൽപ്പെട്ട് ഇങ്ങനെ ഉഴലുകയാണ്. എന്നാൽ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയപ്പോൾ നമുക്ക് എന്തൊക്കെ അനുഷ്ഠാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ, എൻ്റെ ധാമത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടിവരയിട്ട് തന്നിട്ടാണ് പോയത്. യജ്ഞങ്ങൾ അനുഷ്ഠിക്കാനുള്ള കാര്യങ്ങൾ, ഭഗവാന്റെ അവതാരമായ ഭാഗവതം, ഇതൊക്കെ പഠിച്ച് അന്ധകാലി നാരായണ സ്മൃതി, അങ്ങനെ ഭഗവാനെ സ്മരിക്കാൻ പറ്റും. അതുപോലൂടെ നമുക്ക് തിരിച്ച് ഭഗവത്ധാമത്തിലേക്ക് എത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ മായയുടെ അടിയിൽപ്പെട്ട്, മായയുടെ ആ ഒരു തഥാ രജസ് തമോ ഭാവ കാമ ലോപദേശത, രജോ ഗുണം തമോ ഗുണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അലയടിച്ച് അതിൽ കുറച്ചു പേർ, മനുഷ്യാണാം സഹസ്രേഷു എന്ന് പറയുന്നുണ്ട്, 1000-ൽ ഒരാളെങ്കിലും രക്ഷപ്പെട്ട് അതിലൂടെ ഭഗവാന്റെ പരമപദപ്രാപ്തി, ഭഗവാന്റെ പാതാരബന്ധങ്ങളെ ആശ്രയിച്ച് അങ്ങനെ ഭഗവാനെ സ്മരിക്കാനുള്ള ഇടവന്ന് എന്നിലേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കലിയുഗത്തിൽ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനായി പിറന്നു, അതെല്ലാം ഭാഗ്യമാണ്. അതിനുപരിയായിട്ട് കലിയുഗത്തിൽ ജന്മം കൊണ്ട് അതിലേറെ ഭാഗ്യം. കാരണം ദേവന്മാർ പോലും ആഗ്രഹിക്കുവാണ് ഇവിടെ വന്ന് ഭഗവത് സേവനം ചെയ്ത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം നിലനിർത്താനുള്ള ഒരു അവസരമാണ് കലിയുഗത്തിൽ ഇങ്ങനെയുള്ള സത്സംഗം, നാമസങ്കീർത്തനം. അതീന്ദ്രിയമായ ഭഗവാന്റെ ആ പ്രേമഭക്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, ആ കൃഷ്ണപ്രേമം ലഭിക്കാനാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ 1 മണിക്കൂർ സത്സംഗം ചെയ്തു, ഭഗവാന്റെ കഥകൾ വായിച്ചു പഠിച്ചു, അതിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ എന്താ? നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം മാറ്റുക. നമ്മുടെ ഉള്ളിൽ തൃണാദവി സുനീജേന തരോരവി സഹിഷ്ണുന, സഹിഷ്ണുതയുള്ളവനായി തീരുക. പിന്നെന്താ? നമ്മളുള്ള ധർമാർത്ഥ കാമ മോക്ഷ എന്നുള്ളവരിൽ നിന്ന് നമുക്ക് പഞ്ചമ പുരുഷാർത്ഥമായ ഭക്തിയുത സേവനം ചെയ്താൽ മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതീന്ദ്രിയമായ ഭഗവാന്റെ പ്രേമഭക്തി ലഭിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇതൊക്കെ. ആ ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ കൃഷ്ണപ്രേമം കിട്ടാൻ വേണ്ടിയിട്ട് മനുഷ്യ സമൂഹത്തിൻ്റെ പരമമായ കർമ്മം അത് സ്വന്തം ആത്മാവിനെ സംതൃപ്തമാക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താ? ആത്മാവിനെ സംതൃപ്തമാക്കുക, പരമാത്മാവിനെ, അതായത് ഭഗവാനെ. അതാണ് ആ ഭഗവാനെ സംതൃപ്തമാക്കാനുള്ള സംസിദ്ധിർ ഹരിദോഷണം, ഏത് രീതിയിലും ഹരിയെ പ്രീതിപ്പെടുത്തുക. കാരണം പരംപിതാവായ ഹരി, ആ ശ്യാമസുന്ദര രൂപം അല്ലെങ്കിൽ ത്രിഭംഗുര രൂപം അല്ലേ, ആ കുബ്ജയുടെ വരെ ബെൻഡ്, കുബ്ജയുടെ കഥ അറിയാമല്ലോ എല്ലാവരും. കുബ്ജയുടെ വരെയും ആ വടി ബെൻഡ് മാറ്റി കൊടുത്തതാ ഭഗവാൻ. അങ്ങനെയാണ്. അതുപോലെ അങ്ങനെയുള്ള, അപ്പം നമ്മുടെ ഉള്ളിലുള്ള ബെൻഡ് മാറ്റണമെങ്കിൽ, ചരിവും അതൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താ? നമ്മൾ ഭഗവാനെ അപരാധങ്ങളില്ലാതെ, വൈഷ്ണവ അപരാധമൊന്നും ചെയ്യാതെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ നാമം ജപിക്കുകയും മറ്റുള്ള അതീന്ദ്രിയമായ ആ സ്പന്ദനം ആ നാമജപത്തിൻ്റെ സ്പന്ദനം നമ്മുടെ ഉള്ളിൽ അലയടിക്കണം. ഇല്ലെങ്കിൽ നമ്മളൊക്കെ വളരെ ഇങ്ങനെയുള്ളവരെന്താ? സവൈ പുംസ പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജേ,
അഹൈത്തുകി അപ്രതിഹതായ ആത്മാ സുപ്രസീതതി. അപ്പൊ അതീന്ദ്രിയമായ ഭഗവാന്റെ പ്രേമഭക്തി ലഭിക്കുന്ന പ്രവർത്തനങ്ങളാണ് മനുഷ്യ സമൂഹത്തിന്റെ പരമമായ കർമ്മം. അത് സ്വന്തം ആത്മാവിൽ സംതൃപ്തമാക്കുന്ന തരത്തിൽ മറ്റുദ്ദേശങ്ങളൊന്നുമില്ലാതെ ഇടതടവില്ലാതെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയായി രാത്രിയായിട്ടും നമ്മൾ മറ്റുള്ള എന്താ ഈ കാര്യത്തെപ്പറ്റി ഭക്തന്മാരുടെ അല്ലെങ്കിൽ ഈ സത്സംഗത്തിൽ ജോയിൻ ചെയ്യുകയും അതിലൂടെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ആ കാളിയമർദ്ദന ലീലകൾ, കാളിയൻ്റെ ദാവാഗ്നിയിൽ നിന്ന് അവരെ രക്ഷിച്ച വിവരങ്ങൾ ഇതൊക്കെ കേട്ട് നമുക്ക് ചിത്തം നമ്മളെ ശുദ്ധിയായിക്കൊണ്ടിരിക്കുകയാണ്. ചിത്തത്തിൽ എപ്പോഴും നമ്മൾ കർണ പിബത രസായനം, എന്ത് രസായനം മരുന്ന് ഒഴിച്ചു കൊടുക്കണം. കർണത്തിലൂടെ കൃഷ്ണരസായനം പിബത, കൃഷ്ണരസായനം ഒഴിച്ചു കൊടുക്കണം. ആ കൃഷ്ണരസായനത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞുമിരിക്കും. പക്ഷെ എന്നാൽ കൂടി നമ്മൾ എപ്പോഴും ചെയ്തു കഴിഞ്ഞാൽ എന്താ ഭഗവത്ഗീതയിൽ പറയേണ്ടത്? യോഗിനാമഭി സർവേഷ മദ്ഗതർ അന്തരാത്മനാം ശ്രദ്ധാവൻ ഭജതേ യോമാം സമയയുക്ത തമോമഹ. അതായത് ഭഗവാനെ പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം എൻ്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗി എന്നാ പറയുന്നത്. യോഗികളെക്കാളും അത്യുത്തമ യോഗിയായി മാറാം. അതാണ്. അപ്പം ആ യോഗ പ്രക്രിയയിൽ നമ്മളെപ്പോഴും നമ്മളെ ഒരു പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ? വേട്ടാവളിയൻ അതായത് എപ്പോഴും എന്ത് ചെയ്യണം, ആ ഒരു കൂടുകൂട്ടാൻ വേണ്ടി എപ്പോഴും ഇതിനകത്തുകൊണ്ട് വേട്ടാവളിനെ വയ്ക്കും. പക്ഷെ എപ്പോഴും പേടിച്ച് ആ വേട്ടാവളിയൻ അകത്തേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. ആ കാര്യം അതല്ല ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നത് തിരസ്കൃത വിപ്രലബ്ധ അതല്ല. എപ്പോഴും അതുപോലെ നമ്മൾ ഭഗവാനോടുള്ള ശ്രദ്ധ വേണം എപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരമാണ് ഈ കലിയുഗത്തിൽ നമ്മൾ കൂടുതൽ. കാരണം പക്ഷേ ഭക്തിയുത സേവനത്തിന് അനുകൂലമായ ഘടകങ്ങളെ നമ്മൾ എപ്പോഴും സ്വീകരിക്കണം. അല്ലാതെ മറ്റുള്ളവയെ തിരസ്കരിക്കണമെന്ന് പറയുന്നത്. ആനുകൂല്യസ സങ്കല്പ പ്രതികൂലസ്യ വർജനം. കൃഷ്ണൻ തന്നെ സംരക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ്. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഭഗവാനെ സ്വന്തം രക്ഷകർത്താവായോ അല്ലെങ്കിൽ ഭഗവാനെ ഭർത്താവായോ അല്ലെങ്കിൽ ഏത് രീതിയിലെങ്കിലും ഫ്രണ്ടായോ യജമാനായോ സ്വീകരിച്ചാൽ പൂർണ്ണമായ ആത്മനിവേദനം, ശരണാഗതി, പൂർണ്ണമായിട്ടും ശരണാഗതി. അതാണ് സർവധർമ്മ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം സ്വാ സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. നീ പേടിക്കണ്ട, യു ഡോണ്ട് വറി, എന്നെ ഞാൻ രക്ഷിച്ചുകൊള്ളാം. പക്ഷേ നീ എന്നിൽ ശരണാഗതിയാകൂ, എൻ്റെ നാമം ജപിക്കൂ, എൻ്റെ വ്രതങ്ങൾ എടുക്കൂ, ഏകാദശി വ്രതങ്ങൾ എടുക്കൂ, എൻ്റെ ഭക്തനാകൂ, എന്നെ പ്രണമിക്കൂ എന്നാണ് പറയുന്നത്. അപ്പം ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ഈ ബദ്ധ ജീവാത്മാക്കളിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് ഭഗവത് ധാമത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുള്ള ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഒരേ ഒരു ജോലി അല്ലെങ്കിൽ ഒരേ ഒരു കർമ്മം എന്ന് പറയുന്നത് ഭക്തിയുത സേവനം, ലവിങ് ഡിവോഷണൽ സർവീസ്. ഇതാണ് എപ്പോഴും പറയാനുള്ളത്. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ എപ്പോഴും മഹാജനങ്ങളുടെ പാത പിന്തുടരുക. നമുക്ക് വേറെ വഴി വെട്ടിത്തന്നാൽ പോയാൽ അപകടത്തിൽ ചെന്ന് ചാടും. മഹാജനങ്ങൾ ആരാ? മഹാജനങ്ങൾ സ്വയംഭൂ, നാരദ, ശംഭു, കുമാര, കപിലൻ, മനു, പ്രഹ്ലാദ് മഹാരാജാവ്, ജനക മഹാരാജാവ്, ഭീഷ്മ മഹാരാജാവ്, ബലി മഹാരാജാവ്, വയ്യാസകി, വ്യാസദേവൻ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ സ്വയംഭൂ, നാരദോ, ശംഭു, കപിലോ, മനു, പ്രഹ്ലാദോ, ജനോ, ഭീഷ്മ, ബലി, വയ്യാസകിയും അങ്ങനെയുള്ള ഇവരുടെയൊക്കെ പാത പിന്തുടർന്നു കഴിഞ്ഞാൽ മഹാജനായന ഗതസ്തു പന്ത, മഹാജനങ്ങളുടെ പാത പിന്തുടരണം. ഇല്ലെങ്കിൽ നമ്മൾ അവതാളത്തിലാകുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ കലിയുഗത്തിൽ എല്ലാവരും അതിന് പ്രാപ്തരാകാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് അജാമിളന്റെ കഥയറിയില്ലേ? എൻ്റെ പുത്രന്മാരെ പോലെ നല്ലവരായി പ്രിയപ്പെട്ട ഭൃത്യന്മാരെ, ഭഗവാന്റെ ദിവ്യനാമ കീർത്തനം എത്ര മഹത്തരമാണെന്ന് നോക്കാനാണ് പറഞ്ഞത്. മഹാപാപിയായിരുന്ന അജാമിളന്റെ
ആ ഭഗവാന്റെ ദിവ്യനാമം അറിവില്ലാതെ കീർത്തിച്ചപ്പോൾ പുത്രനെ, എല്ലാവർക്കും ആ കഥ അറിയാവുന്ന, പുത്രനെ വിളിച്ചപ്പോൾ നാരായണ നാരായണ എന്ന് വിളിച്ചപ്പോൾ, അതാണ് നാമോച്ചാരണ മാഹാത്മ്യം ഹരേ പശ്യത പുത്രക അജാമിളോപിയേനൈവ മൃത്യുപാശേന നിന്നാണ്. ആ പാശത്തിൽ നിന്ന്, ആ യമദൂതന്മാരുടെ പാശത്തിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോയി വിഷ്ണുദൂതന്മാർ. ഇതെല്ലാം വളരെ ഭാഗവത്തിലെ സിദ്ധാന്തങ്ങളും ഈ അറിവുകളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സത്സംഗത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം എപ്പോഴും നിരന്തരമായിട്ട് വായിക്കുക. സദാസേവ്യോ സദാസേവ്യോ ശ്രീമദ് ഭാഗവതി കഥ എന്നാണ്. അതുപോലെ നമ്മൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം ജപിക്കണം. ജപിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇതിൻ്റെ സ്വഭാവ ഗവേഷണത്തെ പറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ദിവ്യനാമം ഇടവിടാതെ ജപിക്കാനുള്ള ആചാര്യന്മാരുടെ ശിഷ്യന്മാരൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇത് ഗോലോകേര പ്രേമധന ഹരിനാമ സങ്കീർത്തനം. ആ ഹരിനാമ സമ്പത്തിൽ നമ്മൾ ഇടതടവില്ലാതെ എപ്പോഴും ജപിക്കുക. ഒരു മാല 108 പ്രാവശ്യം, അങ്ങനെ 16 മാല എന്നും ജപിക്കുക. ഇനി അതും ഇല്ലെങ്കിൽ 8 മാല അല്ലെങ്കിൽ 4 മാല ഇതൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ കലിയുഗം അങ്ങനത്തെയാണ്. കലിയുഗത്തിൽ നാമവിനു കലികാല നഹിയാര ധർമ്മ, നാമവിനു കലികാല നഹിയാര ധർമ്മ എന്നാണ്. അപ്പൊ ഇതിനപ്പുറം വേറൊരു ധർമ്മമില്ല. ഇതാണ് യുഗധർമ്മം, കലിയുഗധർമ്മം, സനാതന ധർമ്മം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഭഗവാനുമായിട്ടുള്ള ഭഗവാന്റെ സേവനങ്ങൾ എപ്പോഴും അനുഷ്ഠിക്കുക. ഇല്ലെങ്കിൽ എന്താ, അതിനുള്ള അവസരമാണ്. കാരണം കലിയുഗം തന്നെ വളരെ ഇതിലുള്ള കലിയുഗത്തിൽ ഒരു മഹാ ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാ ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലോ നാസ്തേവ നാസ്തേവ ഗതിരന്നത. വേറെ ഒരു ഗതിയില്ല, ഗതിയും കിട്ടില്ല ഭഗവാന്റെ നാമം ജപിക്കാനല്ലാതെ. അതുകൊണ്ട് എപ്പോഴും എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോന്നാൽ ഭഗവാൻ പറയുന്നു, നീ എൻ്റെ സാമ്രാജ്യത്തിലേക്ക് എത്തിപ്പെടും, നിന്നെ എൻ്റെ ധാമത്തിലേക്ക് എത്തിച്ചുകൊള്ളാം എന്നാണ് പറഞ്ഞത്. എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഭഗവാൻ സേവനം ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ കലിയുഗത്തിൽ. സത്സംഗം, നാമജപം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ എപ്പോഴും സ്മരിക്കുക. അവിസ്മൃതി കൃഷ്ണ പദാരവിന്ദേ ശൂന്യോതി ഭദ്രാണി നചം തനോതി, ദശമസ്കന്ധത്തിലുണ്ട്. സത്യസ്യ ശുക്തിം പരമാത്മഭക്തിയും ജ്ഞാനം ച വിജ്ഞാന വിരാഗയുക്തം. അപ്പം മറ്റുള്ള ആ ഒരു വിരക്തി, ഭൗതികതയോടുള്ള വിരക്തി ആത്മീയതയോടുള്ള അടുപ്പം കൂട്ടിക്കൊണ്ടുകൊള്ളുകയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനോടുള്ള അടുപ്പം കൂട്ടാനും. ഇല്ലെങ്കിൽ നമ്മളെന്താ, ഈ പ്രശ്നത്തിനോട് പ്രശ്നം, അതിനപ്പുറം വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. അതൊക്കെ നമ്മളെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പം മനസ്സിന് വേണ്ടത് എന്താ? ശാന്തി, സമാധാനം. അതിന് വേണമെങ്കിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് എന്താ? കൃഷ്ണാവബോധം ആണ്. ആ അവബോധത്തെ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ അവിടെ ശാന്തി സമാധാനം കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ശാന്തി സമാധാനമാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്താൽ പോരാ. ആദ്യം നമുക്ക് വേണ്ട കൃഷ്ണാവബോധം, നമ്മുടെ അവബോധത്തെ ശുദ്ധീകരിക്കണം ആദ്യം. അതിനു വേണ്ടി നമ്മൾ എപ്പോഴും കലിയുഗത്തിൽ എന്താ ഒരു ഭാഗ്യം, അങ്ങനെയുള്ളൊരു ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. എന്താ? കലേർദോഷ നിധേരാജൻ അഷ്ടിഹേതോ മഹാഗുണം. എന്താണ് ആ മഹാഗുണം? കീർത്തനാദേവ കൃഷ്ണസ്യ മുക്ത സംഘപരം പ്രതി. അപ്പൊ എപ്പോഴും ഭഗവാന്റെ ഹരിയുടെ കീർത്തനം, ഹരിയുടെ ഗർജനം കേൾക്കുന്ന മാത്രയിൽ സർവപാപങ്ങളും ഹനിച്ചു പോകുന്നു, നശിപ്പിച്ചു കളയും. അത്രത്തോളം കഴിവുണ്ട് ആ നാമത്തിന്. അതുകൊണ്ട് എല്ലാവരും നാമജപത്തിലും മറ്റുള്ള ഭഗവത് സേവനത്തിലും ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കാനും, ഈ കാളിയൻ്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ മാറും. അതാണ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ ഫലം പറയുന്നുണ്ട്. എന്താ? സ്വയം നമ്മൾ ഇതെല്ലാം നടത്തുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാവിധമായ അനർത്ഥങ്ങളും മാറി നമുക്ക് വളരെ വളരെ മരണത്തിൻ്റെ വായിൽ നിന്ന് മടങ്ങി അതിലൂടെ ഭഗവാന്റെ സേവനത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നാണ്. അതിനുള്ള വഴിയാണ് കലിയുഗത്തിൽ ഇങ്ങനെയുള്ള കഥകൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് എപ്പോഴും നമ്മൾ ഭഗവാനോട് ഒരു ഭിത്തിയുടെ ദ്വാരത്തിൽ ഒരു തേനീച്ചയിൽ തടവിലാക്കപ്പെട്ട ഒരു കീടം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ഭിത്തിയുടെ ദ്വാരത്തിൽ ഒരു തേനീച്ച, അതാണ് വേട്ടാവളിയും കൂട് വയ്ക്കും എന്ന് പറഞ്ഞു കേട്ടില്ലേ? അങ്ങനെയാണ്
ഒരു ഭിത്തിയുടെ ദ്വാരത്തിൽ ഒരു തേനീച്ചയിൽ തടവിലാക്കപ്പെട്ട ഒരു കീടം തേനീച്ചയോടുള്ള ആ ഭയവും ശത്രുതയും നിമിത്തം എപ്പോഴും തേനീച്ചയെ മാത്രം ഇരിക്കും. അതുമൂലം അവസാനം തേനീച്ചയായി പരിണമിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ ബദ്ധ ജീവാത്മാക്കള് അല്ലെങ്കിൽ ബന്ധനസ്ഥനായി കിടക്കുന്ന ഈ ജയിലാണിത്. ഈ എന്താ ഭൗതിക ലോകം എന്നുള്ളത്. ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ വഴി ചെയ്താൽ മതി. അപ്പൊ എപ്പോഴും തേനീച്ചയെ മാത്രം ഓർമ്മിച്ചുകൊണ്ടിരിക്കുക, അതുമൂലം അവസാനം തേനീച്ചയായി പരിണമിക്കുകയും ചെയ്യുന്നു. അതുപോലെ ബദ്ധജീവാത്മാക്കള് സച്ചിദാനന്ദ വിഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ പരമദിവ്യോത്കർഷായ കൃഷ്ണനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഊണിലും ഉറക്കത്തിലും ജോലി ചെയ്യുമ്പോഴും ഏത് ജോലി ചെയ്യുമ്പോഴും, ഇനി പുറത്തു പോയിട്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പല പല ജോലികളും ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ലക്ഷ്മി കിട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കലിയുഗത്തിൽ അവിടെ പോകുമ്പോൾ നമ്മൾ ഭഗവാനായിട്ടുള്ള ബന്ധം വയ്ക്കുക. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ സച്ചിദാനന്ദ വിഗ്രഹത്തെ നമ്മൾ ഭഗവാനെ പറ്റി ആലോചിച്ച് എപ്പോഴും കൊണ്ടിരുന്നാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായി തീരുകയും അങ്ങയുടെ ഭഗവാന്റെ ആരാധ്യാർഹനായ ഭഗവാനെ ശത്രുവായോ, അതാണ് കംസന്റെ കഥ അറിയാം. രാവണൻ, കംസൻ ഇവരെല്ലാം ശത്രുവായിട്ടും ഭഗവാനെ പറ്റി പല പല പ്രശ്നങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് അവർക്കും മോക്ഷപ്രാപ്തി കിട്ടി. അപ്പൊ നിരന്തരം അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ അവർക്ക് അവരുടെ ആധ്യാത്മിക ശരീരങ്ങൾ വീണ്ടെടുക്കുവാൻ കഴിയും. അതാണ് തേനീച്ചയോടുള്ള ഭയം മൂലം ഒരു ദ്വാരത്തിൽ പ്രവേശിച്ച് പതിയിരിക്കാൻ നിർബന്ധിതനാകുന്ന കീടം നിരന്തരം തേനീച്ചയെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തേനീച്ചയെ പോലെ ആയിത്തീർന്നു. അതുപോലെ എപ്പോഴും ഭഗവത് ചിന്തയിലൂടെ ഭഗവാന്റെ നാമജപം, ഭഗവത് സേവനങ്ങൾ, കഥകൾ ഇതൊക്കെ ശ്രവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബദ്ധാത്മാക്കൾക്ക്, അത് നമ്മളെപ്പോലുള്ളവർ ഈ കലിയുഗത്തിൽ ഇങ്ങനെ ബന്ധനസ്ഥനായിട്ട് കിടക്കുവാണ് അല്ലേ, അവർക്ക് ആധ്യാത്മിക ശരീരം വീണ്ടെടുക്കുവാനും ഭഗവത് നാമത്തിൽ, അത് ശ്രീമദ് ഭാഗവത്തിൽ ഒരു ശ്ലോകമുണ്ട് 7ാമത്തെ സ്കന്ധത്തിൽ. കീടപേശകൃത രുക്ത കുഢ്യാണതമനുസ്മരാൻ സംരംഭഭയ യോഗേന ഇന്ദതേ തൽസ്വരൂപതാം ഏവം കൃഷ്ണേ ഭഗവതി മായാമനുജ ഈശ്വരേ വൈരേണ സുതപാത്മാന ആത്മാ അനുചിന്തയ. എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ പറ്റി ചിന്തിക്കുക. ഭഗവാൻ ഇന്ന് എന്ത് കൊടുക്കും? പത്രം, പുഷ്പം കൊടുക്കുമോ, ഫലം കൊടുക്കുമോ, ഫ്രൂട്ട്സ് കൊടുക്കുമോ, അല്ലെങ്കിൽ നമ്മൾ വെജിറ്റേറിയൻ പുഷ്പം അല്ലെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കൊടുക്കുമോ? ഇതിനകത്ത് ആരും ഉണ്ടാക്കിയിട്ടുണ്ട് വെജിറ്റബിൾ ബിരിയാണി. അത് കൊടുക്കുമോ, എന്ത് കൊടുക്കുമോ എന്നുള്ള ചിന്ത വരും അല്ലേ. അതത് കേട്ടതാണെന്നോണല്ലേ, കേട്ട് ആളെ ഉണ്ടാക്കാനായിട്ട്. അപ്പം ആത്മീയ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ക്ലേശങ്ങൾ സഹിക്കാൻ മനുഷ്യ ജീവിതം എപ്പോഴും അതിലൂടെ പോയാൽ മാത്രം നമുക്ക് ഈ ജീവിതത്തിന് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ശാശ്വതമായിട്ടുള്ള ഒരു ആനന്ദം കിട്ടുകയും അങ്ങനെ എപ്പോഴും ആനന്ദാംബുതി വർദ്ധനം പ്രതിപദം. അപ്പോൾ നമുക്ക് ഭഗവാനായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഉള്ളിൽ കൃഷ്ണാവബോധം ഉദിക്കുകയും അതിലൂടെ നമുക്ക് ശാശ്വതമായ ആനന്ദം, സുഖം, ദുഃഖം, ശാന്തി, മനസ്സമാധാനം എല്ലാം കിട്ടും, ഉറപ്പാണ്. അതാണ് ഇതൊക്കെ പ്രമാണങ്ങളിലുള്ളതാണല്ല ഞാൻ പറയണത്, വേറെ ആചാര്യന്മാർ ആരും പറയണതല്ല. നാസ്തി ബുദ്ധിരയുക്തസ്യ നജായുക്തസ്യ ഭാവന നജത് ഭാവയതോ ശാന്തി അശാന്തസ്യ കുതസുഖം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായത്തിലെ 66ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളിലൂടെ, ഈ പ്രമാണങ്ങളിലൂടെയാണ് ഇതെല്ലാം പറയുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മനുഷ്യനായിട്ടുള്ള പറഞ്ഞ, അല്ലെങ്കിൽ പട്ടിയും പൂച്ചയും മൃഗവും നമ്മുടെ വീട്ടിൽ വളർന്ന പട്ടിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലത്. നമുക്ക് മാത്രം ചെയ്യാവുന്ന, മനുഷ്യന് വിവേക ബുദ്ധിയുണ്ട്. അപ്പം മനുഷ്യന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഈ മനുഷ്യജന്മം സഫലമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം അത് എല്ലാവർക്കും ഒരു വിഘ്നവും കൂടാതെ നിത്യമായി ഒരു ഭക്തിയുത സേവനം ചെയ്ത് ഒരു ഭക്തനാകുക എന്നുള്ള ചിന്തയിലൂടെ ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഈ കഥകളൊക്കെ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും വീണ്ടും വീണ്ടും കഥകളുമായിട്ട് നമുക്ക് നാളെ
നാളെ എന്താണ് നാളത്തെ കഥ എന്ന് പറയുന്നത് 18ാമത്തെ അധ്യായം ആയ ദാവാഗ്നിപാനം പ്രലംബാസുരവ ദാവാഗ്നി മോക്ഷം അതിന്ന് കഴിഞ്ഞു. 18ാമത്തെ പ്രലംബാസുര വധം ആണ് നാളെ. അപ്പൊ ഈ അഗ്നിയൊക്കെ സമീപിച്ച് നാളെ നമുക്ക് പ്രലംബാസുര വധത്തിന്റെ ചെറിയ രീതിയിൽ കഥ വായിക്കാം. കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എല്ലാവർക്കും അത് സാധ്യമാക്കാൻ സാധിക്കട്ടെ. ആ കഥയിലൂടെ നമ്മുടെ തത്വത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം എല്ലാം മാറ്റി ഭഗവത് സേവനത്തിന് ഭക്തനാകാൻ പ്രാപ്തനാകുക ജീവിതത്തിൽ. അതിന് ഏറ്റവും പ്രാധാന്യം നവവിധ ഭക്തികളായ ശ്രവണം, കീർത്തനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിവയിലൂടെ ഭഗവാനായിട്ടുള്ള നവവിധ ഭക്തികൾ ഏറ്റവും പ്രാധാന്യം ശ്രദ്ധ, ശ്രവണം, ഇതാണ് വേണ്ടത്. ഈ ശ്രവണത്തിലൂടെ മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ. അതിനെല്ലാവരും പ്രാപ്തരാകട്ടെ. എല്ലാവരിലും ഭഗവാന്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരി. എന്തെങ്കിലും ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്ന് വെച്ചിട്ട് ടയർഡാണ്, അതുകൊണ്ട് ചെറിയൊരു ഉറക്കത്തിന്റെ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. നിർത്തട്ടെ. ആ ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു.